ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ഓണം ഫെയറുകൾ ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഓണം ഫെയർ പൊൻകുന്നം പീപ്പിൾസ് ബസാറിലാണ് ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ കാഞ്ഞിരപ്പള്ളി എംഎൽഎ പ്രൊഫസർ റോണി കെ ബേബി ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. ഗിരീഷ് കുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, മിനി സേതുനാഥ്, സേവ്യർ മൂലകുന്ന്, പി.എം. സലീം തുടങ്ങിയവർ പങ്കെടുത്തു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. 4 തരം കിറ്റുകളാണ് സപ്ലൈകോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ് കൂടാതെ ശബരി സിഗ്നേച്ചർ കിറ്റും ഒരുക്കിയിട്ടുണ്ടെന്ന് കാഞ്ഞിരപ്പള്ളി സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ ആൻസി ഐസക് പറഞ്ഞു. സപ്ലൈകോ പ്രധാനമായും 4 തരം കിറ്റുകളാണ് അവതരിപ്പിക്കുന്നത്. അത്തം കിറ്റ് 1280 രൂപ വിലയുള്ള അത്തം കിറ്റ് 1000 രൂപ വിലയ്ക്കാണ് നൽകുന്നത്. ഉത്രാടം കിറ്റ് 1880 രൂപ വിലയുള്ള സാധനങ്ങൾ 1500 രൂപയ്ക്ക് നൽകുന്നു. തിരുവോണം കിറ്റ് 2540 രൂപ വിലയുള്ള കിറ്റ് 2000 രൂപയ്ക്കാണ് നൽകുന്നത്. അതുപോലെ ശബരി സിഗ്നേച്ചർ കിറ്റ്, ശബരി സാധനങ്ങളെ 9 എക്സ്ക്ലൂസീവായ ശബരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി സിഗ്നേച്ചർ കിറ്റ് അവതരിപ്പിക്കുന്നു. 374 രൂപയാണ് MRP. ഇതിൽ നമുക്ക് കിട്ടുന്നത് 299 രൂപയ്ക്കാണ്. അതുപോലെ നിർധനരായ കുടുംബങ്ങൾക്ക് നൽകുന്ന AAY കിറ്റ്, ഏകദേശം 5000-ലധികം AAY കിറ്റാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഈ പ്രാവശ്യം വിതരണം ചെയ്യുന്നത്. കൂടാതെ ഗവൺമെൻറ് സ്ഥാപനമായ ഹോർട്ടികോർപ്പുമായി സഹകരിച്ചുകൊണ്ട് ഹോർട്ടികോർപ്പിൻ്റെ പച്ചക്കറി സ്റ്റാള് നമ്മൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് ഉറപ്പാക്കുന്നതിനായി ശബരി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ആകർഷകമായ വിലക്കുറവിലും പ്രത്യേക ഓഫറുകളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ചെറുപയർ കിലോയ്ക്ക് 85 രൂപയ്ക്കും ഉഴുന്ന് 87 രൂപയ്ക്കും കടല സബ്സിഡി വിലയായ 63 രൂപയ്ക്കും ലഭിക്കും. വൻപയർ 68 രൂപ, തുവരപ്പരിപ്പ് 83 രൂപ, മുളക് 1 കിലോയ്ക്ക് 136 രൂപ, മല്ലി അര കിലോയ്ക്ക് 47,4 രൂപ, പഞ്ചസാര കിലോയ്ക്ക് 34 രൂപ 65 പൈസ, വെളിച്ചെണ്ണ 1 ലിറ്ററിന് 229 രൂപ എന്നിങ്ങനെയാണ് വില നിലവാരം. കൂടാതെ ഹോർട്ടികോർപ്പുമായി സഹകരിച്ച് കുറഞ്ഞ നിരക്കിൽ പച്ചക്കറികളും സപ്ലൈകോയിൽ എത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.